അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അദ്ദേഹത്തിന്റെ ട്രൂത്ത് സോഷ്യലിൽ കുറിച്ച കാര്യങ്ങളാണ് ഈ കാണുന്നത്. ഈ മാസത്തിന്റെ തുടക്കത്തിൽ ഇന്ത്യയുടെ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ജ്ഞാനേഷ് കുമാർ ഞങ്ങളുടെ ഭരണകൂടത്തോട് ചോദിക്കുകയുണ്ടായി, സാധുവായ ഒരു ഫോട്ടോ ID ഇല്ലാതെ അമേരിക്കയിൽ എങ്ങനെയാണ് തെരഞ്ഞെടുപ്പ് നടത്താൻ സാധിക്കുന്നത്? ഇന്ത്യയിലെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 64.6 കോടി വോട്ടർമാരുണ്ടായിരുന്നു. അതിൽ 1% താഴെ ആളുകൾ മാത്രമാണ് മെയിൽ അഥവാ തപാൽ വഴി വോട്ട് ചെയ്തത്. കൂടാതെ ഓരോ വോട്ടർക്കും നിർബന്ധമായും സാധുവായ ഒരു ഫോട്ടോ തിരിച്ചറിയൽ രേഖ ഉണ്ടായിരുന്നു. നമ്മൾ ഇപ്പോൾ തന്നെ സേവ് അമേരിക്ക ആക്ട് പാസ്സാക്കേണ്ടതുണ്ട് എന്നായിരുന്നു പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അദ്ദേഹത്തിന്റെ ട്രൂത്ത് സോഷ്യലിൽ കുറിച്ചത്. ഈ ഒരു പോസ്റ്റ് ഷെയർ ചെയ്തുകൊണ്ട് സെർജിയോ ഗോർ, ഇന്ത്യയിലെ അമേരിക്കൻ അംബാസിഡറും ഇതിനെ പിന്തുണച്ചുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ ഒരു കുറിപ്പ് എഴുതുകയുണ്ടായി. കോൺഗ്രസ് ഉറപ്പായിട്ടും ദ സേവ് അമേരിക്ക ആക്ട് അമേരിക്കയിൽ പാസ്സാക്കണമെന്നായിരുന്നു അദ്ദേഹവും രേഖപ്പെടുത്തിയത്. സോ ഇതിൽ നിന്ന് ഒരു കാര്യം വ്യക്തമാണ്, ഇത് അമേരിക്കൻ പ്രസിഡന്റ് പെട്ടെന്നിട്ടൊരു പോസ്റ്റ് അല്ല, മറിച്ച് അമേരിക്കയുടെ ഒരു വലിയ പദ്ധതിയുടെ ഭാഗമാണ്. അവർ ഇന്ത്യയെ ഇൻസ്പയർ ചെയ്തിട്ട് അമേരിക്കയിലും ഈ ഒരു മാതൃക കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുകയാണ്. എന്താണ് ഈ സേവ് അമേരിക്ക ആക്ട് എന്ന് പറയുന്നത്? ഇത് അമേരിക്കൻ കോൺഗ്രസില് പുതിയതായിട്ട് അവതരിപ്പിക്കപ്പെട്ട ഒരു നിയമനിർമ്മാണ നിർദ്ദേശമാണ്. സേഫ് ഗാർഡ് അമേരിക്കൻ വോട്ടർ എലിജിബിലിറ്റി ആക്ട് എന്നതിന്റെ ചുരുക്കരൂപമാണിത്. അമേരിക്കയിലെ ഫെഡറൽ തെരഞ്ഞെടുപ്പുകളിൽ വോട്ട് രേഖപ്പെടുത്തുന്നതിനുള്ള നിയമങ്ങൾ കൂടുതൽ കർശനമാക്കുക എന്നതാണ് ഈ ബില്ലിന്റെ പ്രധാന ലക്ഷ്യം. അതില് പൗരത്വ തെളിവ് നിർബന്ധമായിട്ട് അവർ കാണിക്കുന്നുണ്ട്. വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്ന ഓരോ വ്യക്തിയും തങ്ങൾ അമേരിക്കൻ പൗരന്മാരാണ് എന്ന് തെളിയിക്കുന്ന രേഖകൾ, ഉദാഹരണത്തിന് പാസ്പോർട്ട്, ബർത്ത് സർട്ടിഫിക്കറ്റ് മുതലായവ നേരിട്ട് ഹാജരാക്കണം. വോട്ട് ചെയ്യാനെത്തുമ്പോൾ ഫോട്ടോ പതിച്ച ഔദ്യോഗിക ID കാർഡ് നിർബന്ധമായും കാണിക്കണം. പൗരത്വമില്ലാത്തവർ വോട്ടർ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവരെ നീക്കം ചെയ്യുന്നതിനായിട്ട് കേന്ദ്ര ഡാറ്റാബേസുകൾ ഉപയോഗിച്ച് വോട്ടർ പട്ടിക പരിശോധിക്കും. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്നു. ഇന്ത്യയിലെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ അതേപടി അമേരിക്ക കോപ്പി അടിക്കുകയാണോ? ശരിക്കും ആശ്ചര്യം തോന്നുകയാണ്. നമ്മുടെ രാജ്യത്ത് ഗവൺമെന്റ് ഈ വ്യാജ വോട്ടുകൾ തടയുന്നതിന് വേണ്ടി നടപ്പിലാക്കുന്ന പദ്ധതികൾ അതേ രൂപത്തിൽ അമേരിക്കയിൽ നടപ്പിലാക്കുന്നു. ഇന്ത്യയിൽ ഈ ID പ്രൂഫ് സിസ്റ്റം ഉള്ള വോട്ടർ ID കാർഡ് ഉള്ളതിന്റെ ഒരു സെയിം പാറ്റേണിൽ ഒരു മോഡൽ അമേരിക്ക അതേപടി കോപ്പി ചെയ്യുന്നു. പ്രസിഡന്റ് ട്രംപ് തന്നെ ഇന്ത്യയുടെ ഇലക്ഷൻ കമ്മീഷണർ ചോദിച്ച കാര്യങ്ങൾ, അതായത് ചീഫ് ഇലക്ഷൻ കമ്മീഷണർ പറഞ്ഞ കാര്യങ്ങൾ കോട്ട് ചെയ്തുകൊണ്ട് പ്രസിഡന്റ് ട്രംപ് തന്നെ ഒരു ട്വീറ്റ് ചെയ്തിരിക്കുന്നു. റിയലി ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നടക്കുന്നത്. 20-ാം നൂറ്റാണ്ടിൽ പാശ്ചാത്യ രാജ്യങ്ങളെയാണ് ജനാധിപത്യ മൂല്യങ്ങളുടെ പ്രധാന വക്താക്കളായിട്ട് ലോകം കണ്ടിരുന്നത്. എന്നാൽ ഇന്നത്തെ ഭൗമ രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ ഇന്ത്യ കേവലം ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം മാത്രമല്ല, ഒരു ജനാധിപത്യ സൂപ്പർ പവറായും സാങ്കേതിക മാതൃകയായും വളരുകയാണ്. വാഷിംഗ്ടൺ DC-യിലെ ക്യാപിറ്റോൾ ഹിൽ മുതൽ ജക്കാർത്തയിലെ ഇലക്ഷൻ കമ്മീഷൻ ഓഫീസ് വരെ തെരഞ്ഞെടുപ്പ് സുരക്ഷയും സുതാര്യതയും വർദ്ധിപ്പിക്കുന്നതിനായിട്ട് ലോക രാജ്യങ്ങൾ ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് മാതൃക സ്വീകരിക്കാൻ വലിയ താല്പര്യം കാണിക്കുകയാണ്. അമേരിക്കൻ ഐക്യനാടുകളുടെ കാര്യം തന്നെ എടുക്കാം. തിരഞ്ഞെടുപ്പ് സുരക്ഷയ്ക്ക് ഇന്ത്യൻ മാതൃക ലോകശക്തിയായ അമേരിക്ക ഫോളോ ചെയ്യാണ്. അമേരിക്കയിൽ വോട്ടർ ഐഡന്റിറ്റിയെ കുറിച്ചും തെരഞ്ഞെടുപ്പ് സുരക്ഷയെക്കുറിച്ചുമുള്ള ചർച്ചകൾ ശക്തമായി കൊണ്ടിരിക്കുകയാണ്. അവിടുത്തെ പ്രമുഖ രാഷ്ട്രീയ നേതാക്കളും ഭരണകർത്താക്കളും ഇന്ത്യയുടെ തെരഞ്ഞെടുപ്പ് നടത്തിപ്പിനെ ഒരു മികച്ച ഉദാഹരണമായിട്ടാണ് ചൂണ്ടിക്കാണിക്കുന്നത്. ഏകദേശം 100 കോടിയോളം വോട്ടർമാരെ ഉൾപ്പെടുത്തി ഇന്ത്യ നടത്തുന്ന പൊതു തെരഞ്ഞെടുപ്പ് മാനവ ചരിത്രത്തിൽ തന്നെ സമാനതകളില്ലാത്തതാണ്. എന്നാൽ വളരെ കൃത്യവും സുരക്ഷിതവുമായ ഒരു ഏകീകൃത സംവിധാനത്തിലൂടെയാണ് ഇന്ത്യ ഇത് നടപ്പിലാക്കുന്നത്. ഓരോ ഇന്ത്യൻ വോട്ടർക്കും ഫോട്ടോ പതിച്ച വോട്ടർ ഐഡന്റിറ്റി കാർഡ് നിർബന്ധമാണ്. 99% വോട്ടർമാരും നേരിട്ടെത്തി വോട്ട് രേഖപ്പെടുത്തുന്നു. ഇത് തപാൽ വോട്ടുകളിലെ കൃത്രിമത്വ സാധ്യതകൾ പൂർണ്ണമായി ഒഴിവാക്കുന്നു. അമേരിക്കൻ പാർലമെന്റിൽ സേഫ് ഗാർഡ് അമേരിക്കൻ വോട്ടർ എലിജിബിലിറ്റി ആക്ട് പോലെയുള്ള നിയമങ്ങൾ കൊണ്ടുവരാൻ ശ്രമിക്കുന്ന നേതാക്കൾ ഇന്ത്യൻ മാതൃകയാണ് ചൂണ്ടിക്കാണിക്കുന്നത്. എല്ലാ പൗരന്മാർക്കും തിരിച്ചറിയൽ കാർഡ് നിർബന്ധമാക്കുന്നത് സാധ്യമാണ് എന്ന് തെളിയിക്കാൻ ഇന്ത്യക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നും ആ മാതൃക അമേരിക്കയും പിന്തുടരണമെന്നുമാണ് പ്രസിഡന്റ് ട്രംപ് ഭരണകൂടം ആവശ്യപ്പെടുന്നത്. ഇനി ട്രംപ് മാത്രമാണോ ഇന്ത്യൻ മാതൃകയിൽ ആകൃഷ്ടരായിട്ടുള്ളത്? ലോകത്തെ വലിയ ജനാധിപത്യ രാജ്യങ്ങൾക്കെല്ലാം ഇന്ത്യൻ മാതൃകയോടാണ് താല്പര്യം. ഇന്തോനേഷ്യയുടെ കാര്യമെടുക്കാം. ഇൻഡോ പസഫിക് മേഖലയിലും ഇന്ത്യൻ ജനാധിപത്യ സാങ്കേതിക വിദ്യയുടെ സ്വാധീനം വളരുകയാണ്. ലോകത്തിലെ 3ാമത്തെ വലിയ ജനാധിപത്യ രാജ്യമാണ് ഇന്തോനേഷ്യ. പോപ്പുലേഷൻ വളരെ കൂടുതലുള്ള രാജ്യം. ഇന്ത്യയുടെ ഇലക്ഷൻ കമ്മീഷനുമായിട്ട് അവരൊരു ധാരണാപത്രം ഒപ്പുവച്ചിരിക്കുകയാണ്.
അതായത് ഇന്ത്യൻ മാതൃക ഇന്തോനേഷ്യയും അഡോപ്റ്റ് ചെയ്യാൻ പോവുകയാണ്. ഇന്തോനേഷ്യ പേപ്പർ ബാലറ്റുകൾക്ക് പകരം ഇന്ത്യൻ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ സാങ്കേതികവിദ്യ സ്വന്തം രാജ്യത്ത് നടപ്പിലാക്കുന്നതിനുള്ള പങ്കാളിത്തത്തിൽ ഇന്ത്യയുമായിട്ട് ഒപ്പുവെക്കുകയാണ്, സഹകരിക്കുകയാണ്. എന്താണ് ഇന്ത്യയുടെ EVMന്റെ സവിശേഷത? അതിന്റെ ഓഫ്ലൈൻ സുരക്ഷയാണ്. പാശ്ചാത്യ രാജ്യങ്ങളിലെ വോട്ടിംഗ് മെഷീനുകളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇന്ത്യൻ EVMകൾ ഇന്റർനെറ്റ്, വൈഫൈ, ബ്ലൂടൂത്ത് എന്നിവയുമായിട്ട് ബന്ധിപ്പിക്കാൻ കഴിയാത്തതും ബന്ധിപ്പിച്ചിട്ടില്ലാത്തതുമായ സ്വതന്ത്ര മെഷീനുകളാണ്. ഓരോ EVM മെഷീനുകളും പൂർണ്ണമായും സ്വതന്ത്രമാണ്. വേറെ എവിടെ ഇരുന്നു കൊണ്ടും ഇതിനെ ഓപ്പറേറ്റ് ചെയ്യാൻ അതുകൊണ്ട് തന്നെ ആർക്കും കഴിയില്ല. ഇത് ഹാക്ക് ചെയ്യാനും പറ്റില്ല. വൺ ടൈം പ്രോഗ്രാമബിൾ ചിപ്പുകൾ ഉപയോഗിക്കുന്നതിനാൽ ഇതിലെ പ്രോഗ്രാമുകൾ പുറത്തു നിന്ന് ഒരിക്കലും തിരുത്താൻ കഴിയില്ല. ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡ്, ഇലക്ട്രോണിക്സ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡ് എന്നിവ നിർമ്മിക്കുന്ന ഈ മെഷീനുകൾ വളരെ കുറഞ്ഞ ചെലവിൽ എന്നാൽ ലോകോത്തര സുരക്ഷയാണ് ഉറപ്പാക്കുന്നത്. ഇന്ത്യൻ മാതൃകകൾ ഇന്ന് ലോകത്തെ വലിയ ശക്തിയായ അമേരിക്ക പോലും സ്വീകരിക്കുന്നു എന്ന് പറയുമ്പോൾ ഇന്ത്യയുടെ വർദ്ധിച്ചു വരുന്ന പ്രാധാന്യം തന്നെയാണ് ഇത് കാണിക്കുന്നത്. ഒരു കാലത്ത് ജനാധിപത്യ രാജ്യമെന്ന നിലയ്ക്ക് വലിയ സ്വാധീന ശക്തിയായിരുന്നു അമേരിക്ക. എന്നാൽ അമേരിക്കയെ പോലും വെല്ലുന്ന തരത്തിൽ ജനാധിപത്യത്തിന്റെ ഒരു പ്രധാന മുൻനിര വക്താവായിട്ട് അല്ലെങ്കിൽ ജനാധിപത്യത്തിന്റെ ഒരു മാതൃകയായിട്ട് നമ്മുടെ ഇന്ത്യ മാറിക്കൊണ്ടിരിക്കുകയാണ്. ലോക ജനാധിപത്യത്തിന്റെ കേന്ദ്ര ബിന്ദുവായിട്ട് മാറുന്നു എന്ന് പറഞ്ഞാലും അതിൽ തെറ്റില്ല. അമേരിക്കയെ പോലെയുള്ള വികസിത രാജ്യങ്ങളോ ഇന്തോനേഷ്യ പോലെയുള്ള വളർന്നു വരുന്ന രാജ്യങ്ങളോ ഒരുപോലെ തെരഞ്ഞെടുക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു മാതൃകയാണ് ഇന്ത്യയുടെ ജനാധിപത്യ ശൈലി. അത് തെരഞ്ഞെടുപ്പ് പ്രക്രിയയാണെങ്കിലും EVM ആണെങ്കിലും ആധുനിക സാങ്കേതിക വിദ്യയും കർശനമായ തിരിച്ചറിയൽ രേഖകളും കൃത്യമായിട്ടുള്ള സംഘാടനവും സംയോജിപ്പിച്ചുകൊണ്ട് വലിയ ജനസംഖ്യാ സുരക്ഷിതമായ തെരഞ്ഞെടുപ്പിന് തടസ്സമില്ല എന്ന് ഇന്ത്യ ലോകത്തിന് കാണിച്ചു കൊടുക്കുകയാണ്. ഒടുവിൽ പ്രസിഡന്റ് ട്രംപിനും അമേരിക്കയ്ക്കും പോലും ഇന്ത്യൻ മാതൃക അഡോപ്റ്റ് ചെയ്യേണ്ടതായിട്ട് വരികയാണ്. ഇത് മാറുന്ന ഭാരതത്തിന്റെ ഏറ്റവും വലിയ സൂചനയാണ്.